പെരുമ്പാവൂര് അന്യസംസ്ഥാന തൊഴിലാളികൾക്കെതിരെ നാട്ടുകാർ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണല്ലോ. അതെ, അതായത് അവിടെ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പോലീസും വിവിധ ഏജൻസികളും അവിടെ ഇപ്പോൾ പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. നിരന്തരമായിട്ട് നേരത്തെ തന്നെ ദേശീയ ഏജൻസികൾ അടക്കമുള്ളവർ അവിടെ പല കാര്യങ്ങൾക്കും പരിശോധന നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭീകരവാദ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് പരിശോധനകളും റെയ്ഡുകളും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 9 കേസുകൾ എടുത്തിട്ടുണ്ട് മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ്. വിവിധ തലങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. പരിശോധന നടത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡുകൾ, ലോഡ്ജുകൾ, മാർക്കറ്റുകളൊക്കെ കേന്ദ്രീകരിച്ചാണ്. ഈ പെരുമ്പാവൂരെന്ന് പറയുന്നത് ആ പ്രദേശമാകെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പിടിയിലാണ്. പ്രധാനപ്പെട്ട 2 പഞ്ചായത്ത്, വെങ്ങോല പഞ്ചായത്തും വാഴക്കുളം പഞ്ചായത്തും. ഈ പഞ്ചായത്ത് വരുന്ന മേഖലകളിലൊക്കെയാണ് ഇവർ വളരെയധികം തിങ്ങി പാർക്കുന്നത്. അവിടെ ഒരു കോളനി ഉണ്ട്, ഇതിൻ്റെ ഭാഗത്തായിട്ട് ഭായ് കോളനി എന്നറിയപ്പെടുന്ന കോളനിയാണ്, ബംഗാളി കോളനി എന്നും വിളിക്കുന്ന ഒരു കോളനിയുണ്ട്. അവിടെ ഇവർ മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു ലോകമാണ് ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ളവരുടെ ലോകമാണ്. അതിനകത്ത് സകല സാധനങ്ങളും ലഭ്യമാണ്. ഈ പറയുന്ന കഞ്ചാവ്, ഹാഷിഷ്, മറ്റ് മയക്കുമരുന്നുകൾ, രാസലഹരി തുടങ്ങി സകല സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ പോലീസ് നടത്തിയ പരിശോധനയിൽ രേഖകളില്ലാത്ത 3 സ്ത്രീകളെ പിടിച്ചു. അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേ രേഖകളില്ല, വ്യക്തമായ ID-കളോ ഒന്നുമില്ലാത്ത ആൾക്കാരാണ്. നോ ID പേഴ്സൺ എന്ന് പറയുന്നത് ഈ മേഖലകളിൽ വ്യാപകമായിട്ടുണ്ട്. അതായത് ID ഇല്ല. നമ്മളെല്ലാവരും ക്യാരി ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നമ്മുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഒരു കാർഡ് കാണും. ഒന്നുകിൽ ആധാർ കാണും, പാൻ കാർഡ് കാണും, വോട്ടേഴ്സ് ID കാണും. വോട്ടേഴ്സ് ID ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏതാണ്ട് നമ്മൾ ഇന്ത്യൻ പൗരനാണെന്ന് ഉറപ്പിക്കാൻ കഴിയും. കാരണം ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന സിറ്റിസൺസിന് മാത്രമാണ് വോട്ടവകാശമുള്ളത്, പൗരനായിരിക്കണം. അപ്പോൾ ഈ വോട്ടേഴ്സ് ID SIR കൂടെ വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ടല്ലോ. SIR പൂർത്തിയായിരിക്കും. രാജ്യത്താകെ SIR പൂർത്തിയാക്കി കഴിയുമ്പോൾ ഈ പറയുന്ന പൗരന്മാരല്ലാത്തവർക്ക് വോട്ടേഴ്സ് ID ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് കൃത്യമായിട്ട് നടപ്പിലാക്കി കൊണ്ടുവരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ID ഇല്ലാത്ത ആൾക്കാർ നിരവധിയായിട്ടുള്ളവർ ഈ പറയുന്ന മേഖലകളിലുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എന്താണ് ഇവരുടെ സ്വദേശം എവിടെയാണ്, എന്താണ് ഇവരുടെ ഐഡൻറ്റിറ്റി, ഇതൊക്കെ പലപ്പോഴും അറിയാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ വരാറുണ്ട്, ബംഗ്ലാദേശികളായിട്ടുള്ളവരെ പിടിച്ചു, അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ വാർത്തകൾ ഇഷ്ടംപോലെ വരാറുണ്ട്. ഈ പെരുമ്പാവൂർ മേഖലകളിൽ നിന്നാണ് വരുന്നത് എന്നുള്ള. ആലുവ, പെരുമ്പാവൂർ മേഖലകളിലൊക്കെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഞായറാഴ്ചയൊന്നും അടുക്കാൻ പറ്റില്ല അവിടുത്തെ മാർക്കറ്റുകളിലൊന്നും. മാർക്കറ്റ് മാത്രമല്ല, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ പോലും നമുക്ക് ഈ പറയുന്ന ആളുകളെ കൊണ്ട് ഇടിയാണ്. നമ്മുടെ ആളുകളെ നമുക്ക് കാണാൻ പോലും കഴിയില്ല. മലയാളികൾ വളരെ കുറവാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന ഇവരുടെ മയക്കുമരുന്നിൻ്റെ പ്രശ്നം, നോ ID പേഴ്സൺസ്, തീവ്രവാദ ബന്ധം, ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ അതിനെക്കാട്ടിലുമൊക്കെ മാരകമായിട്ടുള്ള പ്രശ്നം ഇവരുടെ വൃത്തിയില്ലായ്മ, ശുചിത്വമില്ലായ്മയുണ്ട്. അപ്പോൾ ഇവർ ഒന്നാമത്തെ കാര്യം ഈ പാൻ മസാല ചവച്ചിട്ട് തുപ്പുന്ന പരിപാടി. പാൻ മസാല കേരളത്തിൽ നിരോധിച്ചിട്ടുള്ളതാണ്. പുകയില ഉൽപ്പന്നങ്ങൾ, അത്തരത്തിലുള്ള പാൻ മസാലകളെല്ലാം തന്നെ നിരോധിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് അവിടെ വ്യാപകമായി സുലഭമാണ്, എല്ലാ കടകളിലും ലഭിക്കുന്ന സാധനമായിട്ട് അവിടെ മാറിയിട്ടുമുണ്ട്. അപ്പോൾ ഇവരിത് ചവച്ച് തുപ്പുക, ഇല്ലെങ്കിൽ ഈ ബീഡ ചവച്ചിട്ട് തുപ്പുക, ഇങ്ങനെ തീരെ വൃത്തിയില്ലാത്ത പ്രവർത്തികൾ, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ, ഇതൊക്കെയാണ് പെരുമ്പാവൂരിലെ കാഴ്ച എന്ന് പറയുന്നത്. ഞായറാഴ്ച നമുക്ക് അവിടെ അടുക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്തും കിഴക്കേക്കോട്ട ഈ പറയുന്ന പോലെ ഞായറാഴ്ചകളിൽ ഇവരുടെ വിഹാര കേന്ദ്രമായിട്ട് മാറാറുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് ഇവർ പിന്നെ കൈമാറ്റം ചെയ്യുന്ന ലഹരി വസ്തുക്കൾ, ഈ പറയുന്ന അതുപോലെ തന്നെ ഇവരുടെ ഈ ലൈംഗിക തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പെരുമ്പാവൂര് സുലഭമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ പകരുന്ന ലൈംഗിക രോഗങ്ങൾ, എയ്ഡ്സ് പോലും വളരെയധികം പടർന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്, നിസ്സാര കാര്യമല്ല എന്നുള്ളത് ഓർക്കണം. ആ ഗുരുതര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് ഈ നാടിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി, അവിടുത്തെ പള്ളി കേന്ദ്രീകരിച്ചുള്ള കമ്മിറ്റിയൊക്കെ ഇപ്പോൾ സമരത്തിലാണ്. അവരിപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്, പൊറുതിമുട്ടിയിട്ടാണ്. കാരണം അവിടെ പെൺകുട്ടികൾക്കൊന്നും പകൽ ഇറങ്ങി നടക്കാൻ പോലും കഴിയില്ല. കാരണം യുവന്മാരെ പേടിയാണ്. ഈ പറയുന്ന ആക്രമിക്കുക, അവിടെ എത്ര കൊലപാതകങ്ങൾ നടന്ന്, എത്ര ബലാത്സംഗം നടന്നിട്ടുണ്ട്, ഒരു കുട്ടിയെ അടക്കം ബലാത്സംഗം ചെയ്തില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളൊക്കെ ഇവിടെ കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ഇവന്മാർ എല്ലാവരും പണിക്ക് വന്നവരല്ല, പലരും ഈ പറയുന്ന ലഹരി കച്ചവടത്തിന് വന്നവരുണ്ട്, ഈ പറയുന്ന പോലെ സെക്സ് റാക്കറ്റുകളുണ്ട്, മനുഷ്യക്കടത്ത് വരെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ നടക്കുന്ന അധോലോക പ്രവർത്തനമായിട്ട് വേണം കണക്കാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അധോലോക പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതിനെ തടയിടണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവിടുത്തെ പ്രദേശവാസികളും ജനങ്ങളും ഒക്കെ സമരത്തിന് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് എന്ന് പറയുന്നത് പോലീസിനും ഇവരെ കൊടുത്ത് വലിയ തലവേദനയാണ്.
പോലീസിന് ആദ്യഘട്ടത്തിലേക്ക് ഇവർ തൊഴിലാളികൾ അവിടെ വന്ന് തമ്പടിക്കാൻ തുടങ്ങിയപ്പോൾ ഹിന്ദി ബോർഡുകൾ, ഇപ്പോഴും കടകളൊക്കെ ഹിന്ദി കടകളും ഇവർ തന്നെ കടകൾ നടത്തുന്നുണ്ട്, ഇവർ തന്നെ ഹോട്ടലുകൾ നടത്തുന്നുണ്ട്, ഇവരുടെ തന്നെ ഷോപ്പുകളുണ്ട്, മാർക്കറ്റുകൾ പലതും ബഹുഭൂരിപക്ഷം ഇവർ തന്നെയാണ്. കച്ചവടം ജോലിക്ക് നിൽക്കുന്നത് നടത്തിപ്പ് പോലും ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിലാണ്. ഇവർക്കൊരു മനോഹരമായ പേര് വിട്ടു കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ സർക്കാർ, അതിഥി തൊഴിലാളി എന്ന്. അത് വാക്കേ തെറ്റാണ്. അതിഥി തൊഴിലാളി എന്ന് പറയുന്ന വാക്കേ തെറ്റാണ്. അതിഥി എന്ന് പറഞ്ഞാൽ തിഥി നോക്കാതെ വരുന്ന ആളെന്നുള്ളതാണ്. തീയതി നോക്കാതെ അവരുടെ ഇഷ്ടത്തിന് അവർ വരുന്നു, അവർ വന്നിട്ട് വരുന്ന ആൾക്കാർ. അങ്ങനെ വന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് അതിഥി തൊഴിലാളികളെ കൊണ്ട് അവസാനം ഗതികേടുന്ന അവസ്ഥയിലാണല്ലോ. പക്ഷേ CPM-നൊക്കെ ഇതൊരു ഉപകാരമാണ്. കാരണം അവർക്ക് മുദ്രാവാക്യം വിളിക്കാനുള്ള തൊഴിലാളികളെ സാധാരണ ഇപ്പോൾ യുവാക്കളെ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാനുള്ള തൊഴിലാളികളെ അവർ ഇതിൽ നിന്ന് സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് അവർക്ക് തോന്നിയതുപോലെ വിളിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ നാണംകെട്ട സാഹചര്യങ്ങളിലേക്ക് CPM വീഡിയോ കണ്ടതാണല്ലോ. അപ്പോൾ എന്തായാലും ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലാണ് പോകുന്നത്. നേരത്തെ ഈ ജെയ്ഷെ മുഹമ്മദോ ലഷ്കർ തോയ്ബ അങ്ങനെ ഏതോ ഒരു ഭീകര സംഘടനയായിട്ട് ബന്ധപ്പെട്ട ഒരു 3 പേരെ അവിടുന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പക്കൽ നിന്ന് പടക്കങ്ങളൊക്കെ പിടികൂടുകയും ചെയ്തു. വെടിമരുന്ന് നിർമ്മിക്കാൻ വേണ്ടി, ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള വെടിമരുന്നിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ ഒപ്പിച്ച് വെച്ചിരുന്നു എന്നുള്ളത് കൂടിയാണ്. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നക്സൽ തീവ്രവാദികൾ, ഈ പറയുന്ന മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇവരുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ ചിലരെ, ഒരു വലിയ നേതാവിനെ, എനിക്ക് തോന്നുന്നു നാഗാലാൻഡുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു തീവ്രവാദ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ തീവ്രവാദ സംഘടനയായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒരു വലിയ നേതാവിനെ ഇതുപോലെ പിടികൂടിയിരുന്നു. പോലീസ് പിടികൂടുകയും അയാളെ തിരിച്ചറിയുകയും പിടികൂടുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനം, നിയമവിരുദ്ധമായിട്ടുള്ള ലഹരിയും അതുപോലുള്ള കാര്യങ്ങളുടെ വ്യാപനം, ഈ ലൈംഗിക രോഗങ്ങൾ വ്യാപിക്കുന്നത്, വൃത്തിയില്ലായ്മ, ഇതൊക്കെ ഗുരുതര പ്രശ്നമായിട്ട് ആ പ്രദേശത്തെ ഭാഗത്തു നിന്ന് കൊലപാതകങ്ങൾ, ക്രിമിനൽ ആക്ടിവിറ്റീസ്, ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വ്യാപകമായിട്ട് ഇവർ പിന്നെ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറിയില്ല ഇവർ എന്താ ചെയ്യുന്നതെന്നും ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് എന്നുള്ളതാണ്. ക്രമസമാധാനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. പിന്നെ ഇവരിപ്പോൾ സംഘടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ സംഘടിച്ച് ഇവരും നാട്ടുകാരും തമ്മിലുള്ള നിരന്തര സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, വേണ്ട രീതിയിൽ പോലീസ് ഇടപെട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമായിട്ട്, സാമൂഹ്യ പ്രശ്നമായിട്ട് വ്യാപിക്കും. അവിടെ ഇപ്പോൾ ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടാണ് സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വലിയൊരു വിഭാഗവും രേഖകളില്ലാതെയും ഒന്നും ഒരു രേഖയില്ലെങ്കിൽ വ്യാജ രേഖകളുമായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അവരെ പിടികൂടുക എന്ന് പറയുന്ന പ്രാഥമികമായ ദൗത്യം പോലീസ് ചെയ്തില്ലെങ്കിൽ ഇവർ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഏതാണെന്ന് അറിയാൻ കഴിയില്ല. പിന്നെ ബംഗാളികൾ ഇഷ്ടം പോലെ, ഈ പറയുന്ന ബംഗ്ലാദേശികൾ വളരെ വലിയ തോതിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ബംഗ്ലാദേശികൾ മാത്രമല്ല, ഈവൻ മ്യാൻമാർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ പോലും ഇക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെയാണ് ഇവർക്കിടയിലൊക്കെ ഹൈഡ് ചെയ്താണ് ഈ പറയുന്ന റോഹിംഗ്യൻസ് അടക്കമുള്ളവർ താമസിക്കുന്നത്. അപ്പോൾ ഇതിനും പ്രശ്നമാണ്. ഈ റോഹിംഗ്യൻസൊക്കെ ഇവിടെ വന്ന് താമസിക്കുക കൂടിയാണ് ചെയ്യുന്നത്, ഇന്ത്യൻ പൗരന്മാർ പോലും അല്ല. അപ്പോൾ ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു പെരുമ്പാവൂർ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അവിടെ ജനങ്ങൾ സമരത്തിലാണ്. കണ്ടന്തറ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അവിടെ സമരം നടക്കുന്നത്. അവിടെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പ്രദേശവാസികൾ സമരം ചെയ്യുകയാണെന്നുള്ളതാണ്. അവർക്ക് ഇതൊന്നും അനുവദിക്കാൻ കഴിയില്ല. ലഹരി, റെഡ് സ്ട്രീറ്റ് പോലുള്ള പരിപാടികൾ, ഈ പറയുന്ന ഭീകര പ്രവർത്തനം, ഇതൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഈ ജനങ്ങൾ, അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് സമുദായ നേതാക്കളും ജമാഅത്ത് കമ്മിറ്റിയൊക്കെ ഉൾപ്പെടെ അവിടെ സമരത്തിലേർപ്പെടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെരുമ്പാവൂർ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അത് കേരളത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ കൂടി അതിൻ്റെ ഒരു കരുതൽ ഉണ്ടായില്ലെങ്കിൽ ഈ ഭായ് കോളനി, ഒരു വലിയ നിയമവിരുദ്ധ കേന്ദ്രമായിട്ടുള്ള ഈ ഭായ് കോളനി അതുപോലത്തെ ഇനിയും കേരളത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു വലിയ കലാപമോ പ്രശ്നമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കയ്യിൽ നിൽക്കാത്ത രീതിയിലേക്ക് ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗുരുതരമായ അവസ്ഥയിലാണ് പെരുമ്പാവൂരുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായി ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിനകത്തേക്ക് പ്രവേശിക്കാനാവും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഒപ്പം ബെൽ ഐക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.